ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാമേ. എല്ലാവരുടെയും പഠിത്തം എന്തായി? ടോപ്പിക് ഒക്കെ ഒരുവിധം നോക്കി തീർന്നോ? നോക്കുന്നുണ്ട്, തീർന്നിട്ടില്ല. കമ്പൈൻ സ്റ്റഡി ഒക്കെ ഇപ്പൊ കുറവാണല്ലോ, ഗ്രൂപ്പിലൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് ലാസ്റ്റത്തേക്ക് വെച്ചോണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവസാനം സമയം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ആദ്യമേ അതൊക്കെ ഒന്ന് നോക്കുക. ഈ ഒരു എക്സാം കഴിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല. LGS-കാരാണെങ്കിലും അതെ, മാക്സിമം നോക്കുക. LD ക്ലർക്ക് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ LGS ഉണ്ട്. അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഇത് കുറെ ടോപ്പിക് ഉണ്ടെന്ന് വിചാരിച്ച് ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ LD ക്ലർക്ക് മാത്രമുള്ളവരാണെങ്കിൽ അതിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ഇത്തവണ അതിന് കയറാൻ നോക്കുക. സമയം വെറുതെ കളഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ടോപ്പിക് ഇടുന്ന കൂടുതലാണെന്നുള്ള ഒരു തോന്നൽ വേണ്ട. എപ്പോഴായാലും ഇതൊക്കെ നോക്കി തീർക്കണം. ഒരു 5 ദിവസം മുന്നെങ്കിൽ 5 ദിവസം മുന്നേ നോക്കി തീർന്നാൽ അത്ര നല്ലത്. അതുകൊണ്ട് ഇത് കൂടുതൽ നോക്കി തീർക്കാൻ പറ്റുന്നവര് അത് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ക്ലോക്കിന്റെ കുറച്ച് ബേസിക്സ് ആദ്യം പറയാം. ഞാൻ പറഞ്ഞു ഇതിൽ അറിയുന്നവരുണ്ടായിരിക്കും, അപ്പൊ അവരൊന്ന് ക്ഷമിക്കുക. കാരണം അറിയാത്തവരുണ്ട്, അവർക്കൂടെ നമ്മൾ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്ലോക്ക് തുടങ്ങുകയാണേ. എപ്പോഴാണെങ്കിലും ക്ലോക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവർ ഷോർട്ട് ആയിട്ട് വരാറുണ്ട്. ഒറ്റ ക്വസ്റ്റ്യനേ വരുള്ളൂ, പക്ഷെ അത് ഏത് മോഡൽ ഏത് ടൈപ്പാന്ന് ഒരു കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിലെ എല്ലാ ടൈപ്പും നോക്കി പോവലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ടൈം ആൻഡ് ക്ലോക്കിൽ ചില ബേസിക് ആയിട്ടുള്ള തിയറി നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്കൊന്ന് നോക്കാം. തിയറി അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം തിയറി പാർട്ട് ഒന്ന് നോക്കാം. ഒരു ക്ലോക്ക് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്ലോക്കിന്റെ എങ്ങനെയായിരിക്കുന്ന ഷേപ്പ്. മണിക്കൂർ സൂചി ഉണ്ട്, ഒരു മിനിറ്റ് സൂചി ഉണ്ട്, സെക്കൻഡ് സൂചി ഉണ്ട്. അപ്പോ എത്ര മണിക്കൂർ ഉണ്ട് ഒരു ദിവസം? എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂർ. 24 മണിക്കൂർ. 24 മണിക്കൂറുണ്ട് അല്ലേ? ഉണ്ട്. അപ്പോ ഈ 24 മണിക്കൂർ, ഒരു മിനിറ്റ് സൂചി നമ്മളോട് ചോദിക്കുന്നത് ഈ ടൈം ആൻഡ് ക്ലോക്കിൽ എപ്പോഴും ആംഗിൾ ബിറ്റ്വീൻ ടു ഹാൻഡിൽസ്, അതായത് മണിക്കൂർ സൂചി മിനിറ്റ് സൂചി തമ്മിലുള്ള ആംഗിള്. മിനിറ്റ് സൂചി 5 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ അത് കവർ ചെയ്ത ആംഗിള് എപ്പോഴാണ് 90 ഡിഗ്രി ആവുക, അല്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞിട്ട് എത്ര സമയത്താണ് ഇവർ രണ്ടുപേരും ഒന്നിക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിന് കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യം വേണം. അപ്പൊ ആദ്യത്തെ ഒരു പോയിന്റ് ആണെന്ത്, നമുക്ക് ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണ്. 1 ഹവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? 60 മിനിറ്റ് ആണ്. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 60 സെക്കൻഡ് ആണ്. 60 സെക്കൻഡ്. അപ്പൊ ഞാൻ ഇതിനെ 60 ഇങ്ങനെ ഡബിൾ ഡാഷ് ഇട്ടിട്ടാണ് നോക്കുന്നത്. അപ്പൊ വൺ ഡേയിൽ എത്രയാണ്? 24 മണിക്കൂർ. ഒരു മണിക്കൂറിൽ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. മനസ്സിലാവാത്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടാമത് ചോദിക്കുക. നാണക്കേടൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരു മാർക്ക് ഷുവർ ആണ്. ജിയോഗ്രഫി ഹിസ്റ്ററി പഠിക്കുന്ന പോലെയല്ല, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് ഉറപ്പാണ്. അപ്പൊ 1 ഡേ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. 1 അവർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ് ആണ്. ഇനി ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 60 സെക്കൻഡ് ആണ്. ഇത് ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? പിന്നെ ദയവായിട്ട് മനസ്സിലായില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കരുത്. എനിക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. പറഞ്ഞു പോയി കഴിഞ്ഞ് പിന്നീട് മനസ്സിലായില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അത് എന്റെ കുറ്റമല്ല, നിങ്ങളുടെ മാത്രം കുറ്റമാണ്. നിങ്ങൾക്കാണ് ജോലി കിട്ടണമെന്ന് നിങ്ങളാണ് ആഗ്രഹിക്കേണ്ടത്. എനിക്കത് പറഞ്ഞു തരാൻ ഇഷ്ടമുണ്ടെങ്കിൽ കൂടി നിങ്ങൾ മിണ്ടിയില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും മനസ്സിലായില്ലെങ്കിൽ
അപ്പൊ ഒന്നുകൂടെ പറയാം, ഒരു ഡേയിൽ 24 മണിക്കൂർ, ഒരു മണിക്കൂറിൽ 60 മിനിറ്റ്, ഒരു മിനിറ്റിൽ 60 സെക്കൻഡ്. ഇനി ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ഒരു മിനിറ്റില് 6 ഡിഗ്രിയും ഒരു മണിക്കൂറിൽ എത്രയാണ് 360 ഡിഗ്രിയാണ് തിരിയുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാം. ഒരു മിനിറ്റ് സൂചി ഇപ്പൊ നമുക്ക് എന്തുണ്ട്, ഇവിടെ 12 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, പിന്നെ ഇവിടെ 9 ഉണ്ട് അല്ലെ. 1 2 4 5 7 8 10 11. ഇനി ഒരു മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ 6 ഡിഗ്രി നോക്കുക. മിനിറ്റ് സൂചി വലിയ സൂചിയാണ് അല്ലെ. അപ്പോ ആ മിനിറ്റ് സൂചി ഇവിടെ നിന്ന് തൊട്ട് 12 തുടങ്ങിയിട്ട് ദാ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ഈ 12 തന്നെ അവസാനിക്കുമ്പോൾ എത്ര ഡിഗ്രിയാ കറങ്ങണേ? എത്ര ഡിഗ്രി? ഒരു സർക്കിളിന് എത്ര ഡിഗ്രിയാ? 360 ഡിഗ്രി അല്ലേ? 360 ഡിഗ്രിയാണ്. കാരണം രണ്ട് പ്രൊട്രാക്ടർ, ഇതാ ഇങ്ങനെ ഒരു ഹാഫ് പ്രൊട്രാക്ടറും ഇവിടെ നിന്ന് ഒരു ഹാഫ് പ്രൊട്രാക്ടറും നോക്കി കഴിഞ്ഞാൽ ഇവിടെ 0 to 180 ആണ്. സോ ഈ 180, ഈ ഭാഗവും 180, 360. അങ്ങനെ ഒരു സർക്കിളിന് മൊത്തം കവർ ചെയ്യുന്നത് എത്ര? 60. അതായത് ഒരു മിനിറ്റ് സൂചി 60 മിനിറ്റില് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താ 60 മിനിറ്റ് ആണ്. 1 അവർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ് നമ്മൾ എഴുതി. 60 മിനിറ്റിൽ കവർ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി ആംഗിൾ ആണ്. 360 ഡിഗ്രി ആംഗിൾ ആണ് 60 മിനിറ്റില്. നമുക്ക് വേണ്ടത് എന്താ? ഒരു സൂചി, മിനിറ്റ് സൂചി ഒരു മിനിറ്റില്. അപ്പൊ 60 മിനിറ്റിൽ 360 ആണെങ്കിൽ അപ്പൊ 60 മിനിറ്റിന് നമുക്ക് എന്ത് എഴുതാം? 60 into 1 എന്ന് എഴുതി കൂടെ 60 മിനിറ്റിനെ. 60 into 1 is equal to 360. എങ്ങനെ കിട്ടണെന്ന് പറയാം. അപ്പൊ 60 into 1, അപ്പൊ ഒരു മിനിറ്റിൽ ഇവിടെ ഒരു മിനിറ്റിൽ നിർത്തി കഴിഞ്ഞാൽ 360/60. 0 ക്യാൻസൽ ചെയ്തു. 36/6 എത്രയാ? 6. അതായത് 6 ഡിഗ്രി ആണെന്ത്? 6 ഡിഗ്രി ആണെന്ത്? ഒരു മിനിറ്റ് സൂചി ഒരു മിനിറ്റില് കവർ ചെയ്യുന്ന ആംഗിള്. അപ്പം ഓർക്കുക, മിനിറ്റ് സൂചി ഒരു മിനിറ്റില് 6 ഡിഗ്രി കവർ ചെയ്യും. എന്നാ ഒരു മണിക്കൂറിലോ നമ്മൾ പറഞ്ഞു 360 ഡിഗ്രി. ഇവിടെ ആദ്യമേ എഴുതി കണ്ടോ, മൊത്തം സഞ്ചരിച്ച് 12 തുടങ്ങി 12 എത്തുമ്പോഴത്തേക്കും അത് കവർ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രിയാണ്. ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. എവിടെയെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, ഇനി മണിക്കൂർ സൂചി ഒരു മിനിറ്റില് 1/2 ഡിഗ്രിയും അതുപോലെ ഒരു മണിക്കൂറിൽ 30 ഡിഗ്രിയാണ് തിരിയുക. അപ്പൊ മണിക്കൂർ സൂചി ഒരു മിനിറ്റില് നോക്കുക, ശ്രദ്ധിക്കുക. മണിക്കൂർ സൂചി ഒരു മിനിറ്റിലെ കാര്യമാണ്. അപ്പൊ എന്താ ചെയ്യണം? മണിക്കൂർ സൂചി എന്ന് പറയുന്നത് ഈ എത്ര മണിക്കൂർ കവർ ചെയ്യുമ്പോഴാണ് 360 ഡിഗ്രി ആവുക? നോക്ക, ഇവിടെ നോക്ക. 1 മണിക്കൂർ അല്ലേ? 12 മണിക്കൂർ 360 ഡിഗ്രി. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട്. ഈ 12ല് എന്ത് ചെയ്യാണ് നിക്കണ ഒരു മണിക്കൂർ സൂചി. ഇതൊരു അവർ സൂചിയാണ്. ഇത് 1 മണിക്കൂർ ഇറങ്ങി, 2 മണിക്കൂർ ഇറങ്ങി, 3 4 5 6 7 8 9 10 11 12. ഈ 12 മണിക്കൂർ കവർ ചെയ്ത് കഴിയുമ്പോഴാണ് 12 ഹവറിലാണ് എന്ത് മണിക്കൂർ സൂചി 360 ഡിഗ്രി കറങ്ങുക. മനസ്സിലായോ? സാറേ, അപ്പൊ ഈ 1 മണിക്കൂറിൽ അത് ദൂരം കറങ്ങുന്നേ? അപ്പൊ 12 മണിക്കൂറിൽ 360 ആണെങ്കിൽ നമ്മളോട് ഇപ്പൊ ചോദിച്ചേക്കണ നോക്കാം. 1 മണിക്കൂറിൽ ആദ്യം കണ്ടുപിടിക്കുക. 1 ഹവറിൽ എന്തായിരിക്കും? 360/12 എത്രയാ? 30 ഡിഗ്രി ആണ്. മനസ്സിലാവണ്ടോ? ഇവിടെതാ ഒരു മണിക്കൂറിൽ എത്രയാ? ഒരു മണിക്കൂറിൽ കറങ്ങുന്നത് 30 ഡിഗ്രി. കിട്ടിയോ? കിട്ടി അല്ലെ? 12 മണിക്കൂറിൽ ആ സൂചി എന്ത് ചെയ്യും? 12-ലായിരുന്നു മണിക്കൂർ സൂചി. അത് 12 മണിക്കൂർ കറങ്ങിയാലാണ് വീണ്ടും തിരിച്ചാ 12-ൽ എത്തൂ. അപ്പൊ മാത്രമാണ് 360 ഡിഗ്രി കറങ്ങുള്ളൂ. 12 മണിക്കൂറിൽ 360 ആണെങ്കിൽ ഒരു മണിക്കൂറിൽ കിട്ടാൻ ഈ 12-നെ 360-നെ 12 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. 30 ഡിഗ്രി. ഓക്കെ ആണോ? അപ്പൊ 1 ഹവറിൽ 30 ഡിഗ്രിന്ന് കിട്ടി. ഇനി നമ്മളോട് അടുത്ത് എന്താ പറഞ്ഞേക്കണേ?
1 ഹവറിൽ നമ്മൾ കവർ ചെയ്തത് കണ്ടു. ഇനി മണിക്കൂർ സൂചി ഒരു മിനിറ്റിൽ നോക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, 1 ഹവറിൽ 30 ഡിഗ്രി ആർക്കും ഡൗട്ട് ഇല്ല, അവിടെ നിൽക്കട്ടെ. 1 ഹവറിൽ 30 ഡിഗ്രി. ഇനി ഈ 1 ഹവറിനെ മിനിറ്റിലേക്ക് ആക്കാനായിട്ട്, ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 60 മിനിറ്റ് ആണേ. 60 മിനിറ്റ് ആണേ. ആണോ? അതെ. ഓക്കെ, അപ്പൊ ഇവിടെ നേരെ ഇപ്പുറത്ത് ഒരു വ്യത്യാസമില്ല. 1 ഹവറിൽ 30 മിനിറ്റ് ആണെങ്കിൽ 60 മിനിറ്റിൽ എന്താ? 30 ഡിഗ്രി ആണ്. 30 ഡിഗ്രി ആണേ. 1 ഹവറിന് 60 മിനിറ്റ് ആക്കിയെന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, 60 മിനിറ്റില് 30 ഡിഗ്രി ആണെങ്കിൽ ഈ 60 മിനിറ്റിനെ നമുക്ക് എന്ത് ചെയ്യും? 1 മിനിറ്റിൽ കാണാനായിട്ട്, 60 മിനിറ്റിൽ 30 ഡിഗ്രി 1 മിനിറ്റിൽ കാണാനായിട്ട് എന്ത് വേണം? ഒന്നിനെ അവിടെ നിർത്തിയിട്ട് 30 ഡിഗ്രിയെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇറ്റ് ഈസ് ഈക്വൽ ടു 30/60. അര ഡിഗ്രി. കണ്ടോ? ഒരു മിനിറ്റിൽ കിട്ടുന്നത് എന്താ? ഒരു മിനിറ്റിൽ 60 എന്ത് ചെയ്യാം? 60 × 1 എന്ന് എഴുതാം, വ്യത്യാസമൊന്നുമില്ല. അപ്പൊ 1നെ അവിടെ നിർത്തി 60നെ താഴേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ അര ഡിഗ്രി കിട്ടും. കിട്ടിയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ ഒന്നുകൂടെ പറയൂ. നെറ്റ് ഡൗൺ ആയിരുന്നു, കേട്ടില്ല സാറേ. പറയാം. 1 ഹവറിൽ 30 ഡിഗ്രി എന്നത് മനസ്സിലായായിരുന്നോ? 1 ഹവറിൽ 30 ഡിഗ്രി അത് മനസ്സിലായി സാറേ. അത് മനസ്സിലായി. ഇനി ഒന്നുമില്ല. ഇനി നമ്മൾ ഈ 1 ഹവറിനെ, ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് കൂടിയാലല്ലേ ഒരു മണിക്കൂർ ആവുള്ളൂ, അല്ലേ? അതെ. 1 ഹവർ നമ്മളതാ ഇങ്ങനെ എഴുതി, ഇങ്ങോട്ട് എഴുതി 60 മിനിറ്റ് എന്നാക്കി എഴുതി. റൈറ്റ് ഹാൻഡ് സൈഡിൽ 30 ഡിഗ്രി എന്നുള്ളത് ഇതാ ഇതേപോലെ തന്നെ എഴുതി, വ്യത്യാസമൊന്നുമില്ല. അത് മനസ്സിലായോ? ഇനി എന്താ വേണ്ടേ? 60 മിനിറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ട്, 30 ഡിഗ്രി റൈറ്റ് ഹാൻഡ് സൈഡിൽ. ഈ 60 മിനിറ്റിന് നമുക്ക് 60 × 1 മിനിറ്റ് എന്ന് എഴുതിയാലും 60 മിനിറ്റ് തന്നെയല്ലേ? 60 മിനിറ്റിന് 60 × 1 എന്ന് എഴുതിക്കൂടെ? ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് എഴുതിക്കൂടെ? ഇവിടെ 60 മിനിറ്റ് ഉണ്ട്, 1 മിനിറ്റ് ഉണ്ട്. 60 മിനിറ്റ് ഉണ്ട്, 1 മിനിറ്റ് ഉണ്ട്. നമുക്ക് എത്ര മിനിറ്റിലെ വേണ്ടേ? 1 മിനിറ്റിലെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇക്വേഷന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ ഇൻറ്റു എന്നുള്ളത് എന്തായിട്ട് മാറും? ഡിവൈഡ് ആയിട്ട് 30/60 ആയിട്ട് മാറും. 30 ഒരു തവണ, 60 എന്ത് ചെയ്യും? 2 തവണ. അപ്പൊ എന്തായി? 30 ഡിഗ്രിക്ക് പകരം ഇവിടെ എന്തായിട്ട് മാറി? 1 മിനിറ്റില് അര ഡിഗ്രി ആണ് എന്ത്? മണിക്കൂർ സൂചി 1 മിനിറ്റിൽ കവർ ചെയ്യുന്നത് അര ഡിഗ്രി മാത്രമാണ്. എന്നാൽ 1 മണിക്കൂറിൽ 30 ഡിഗ്രിയും, എന്നാൽ നേരെ മറിച്ച് മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രിയും 1 മണിക്കൂറിൽ 360 ഡിഗ്രിയും തിരിയുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനിയുള്ള ഈ ഒരു ബേസിക് കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രോബ്ലം ചെയ്യാം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം ആൻഡ് ക്ലോക്ക് ഒന്നുമല്ല, പിന്നെ കുറച്ച് ഇക്വേഷൻസ്, അത് നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ അത് പഠിച്ചു വെക്കുക. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്നുള്ള നിലയിൽ നമ്മൾ എളുപ്പത്തിൽ ചെയ്ത് സമയം കൺസ്യൂം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ ഒന്നുകൂടെ പറയാം. ഒരു മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രിയും 1 മണിക്കൂറിൽ എത്രയാണ്? 360 ഡിഗ്രിയാണ്. എന്നാൽ നേരെ മറിച്ച് മണിക്കൂർ സൂചി ആകട്ടെ, മണിക്കൂർ സൂചി പയ്യേ പോവുള്ളൂ, 1 മിനിറ്റിൽ അര ഡിഗ്രി. കണ്ടോ ഇത് തമ്മിലുള്ള ഡിഫറൻസ്? ഓക്കെ. ഇപ്പൊ നമുക്ക് സ്പീഡിന്റെ കേസിൽ പറയുകയാണെങ്കിൽ മിനിറ്റ് സൂചി ഒരു 6 km/h സ്പീഡിലാണ് പോണെങ്കിൽ മണിക്കൂർ സൂചി എന്താണ്? 1/2 km/h പോണേ, അതായത് സ്ലോ ആണെന്ന് അർത്ഥം. അതുപോലെ തന്നെ മിനിറ്റ് സൂചി 1 മണിക്കൂറിൽ 360 ഡിഗ്രി തിരിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ 30 ഡിഗ്രി ആയി. കാരണം ഇങ്ങനെ ഓർത്താൽ മതി, 12 × 3 ആണ് എന്ത്? 36. അപ്പൊ 12 × 30 എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി വരും. 12 × 3 ആണ് 36. അപ്പൊ 12 × 30 എത്രയാണ്? 360. അപ്പൊ 12 മണിക്കൂർ ചേർന്നാലാണ് 360 ഡിഗ്രി. 360 എന്ന് ഒരു സർക്കിളിന്റെ ചുറ്റുമുള്ള ആംഗിൾ ഓർക്കാനായിട്ട് എല്ലാവർക്കും അറിയാം. 360 ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഇനി അടുത്തത്, ഓടാതിരിക്കുന്ന ഒരു ക്ലോക്ക്
ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം കൃത്യസമയം കാണിക്കും. മനസ്സിലാവുണ്ടോ? ഓടാതിരിക്കുന്ന ഒരു ക്ലോക്ക് ഒരു ദിവസം 2 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യസമയം കാണിക്കും. എങ്ങനെയാ? എടുത്തു നോക്കാം. നമുക്ക് 6 മണിയുണ്ട്, ഇപ്പൊ 12 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. ഇതിങ്ങനെയാണ്. ഓടാതിരിക്കുന്ന ക്ലോക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതാ ഇവിടുന്ന് മുകളിലേക്ക് എന്തായിരിക്കും? 6 മണിക്ക് മിനിറ്റ് സൂചി, താഴേക്ക് മണിക്കൂർ സൂചി. ഇത് അവർ ആൻഡ് ഇത് മിനിറ്റ്, അത് മിനിറ്റ് ആൻഡ്. സോ ഇത് എന്താണ്? ഒരു ദിവസത്തില് രാവിലെ ഏതൊക്കെ സമയമുണ്ട്? 6 മണി എന്ന് പറയണത് രാവിലെ ഉണ്ട്, വൈകിട്ടും ഇല്ലേ? രാവിലെ വൈകിട്ടും ഇല്ലേ? അങ്ങനെ രണ്ട് പ്രാവശ്യം എന്ത് ചെയ്യും? അത് കൃത്യസമയം കാണിക്കും. അത് ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഒരു ക്ലോക്ക് കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ ഒരു ദിവസം 4 പ്രാവശ്യം കൃത്യസമയം കാണിക്കും. അപ്പോ കണ്ണാടിയിലെ പ്രതിബിംബത്തില് 4 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യസമയം കാണിക്കുന്നതാണ് പറയുന്നത്. അതെങ്ങനെയാ വരുന്നത്? ഒരു ക്ലോക്ക് കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ ഒരു ദിവസം 4 പ്രാവശ്യം കൃത്യസമയം കാണിക്കും. അതെങ്ങനെയാന്ന് അറിയോ? 12 മണി രാവിലെ രാത്രിയിലും ഓപ്പോസിറ്റ് സമയം, പിന്നെ 6 മണി. അത്രേ ഉള്ളൂ. ഇപ്പൊ ഇത് തന്നെ വ്യത്യാസം. ഒന്ന് ഇവിടെ ഒരു ക്ലോക്ക് 12 മണി എന്ന് പറയുമ്പോൾ രാവിലെ എടുത്ത്, പിന്നെ 6 മണി എടുത്തു. അങ്ങനെ 4 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യസമയം കാണിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? സാറേ അതൊന്ന് പ്രതിബിംബവും പിന്നെ ഒന്ന് ഒറിജിനൽ സമയമല്ലേ? അങ്ങനെയല്ലേ 4 പ്രാവശ്യം ഉദ്ദേശിക്കുന്നത്? അതന്നെ. ഒന്ന് പ്രതിബിംബം. ഇപ്പൊ ഈ 6 മണി കാണിക്കുമ്പോ കണ്ണാടിയിൽ എന്തായിരിക്കും? രാവിലെ വൈകുന്നേരം കാണിക്കാമല്ലോ 6 മണി. അല്ല 6 മണി എന്ന് പറയുമ്പോ 12:30 ഉദ്ദേശിക്കുന്നത്. 12:30 അല്ല, ഇങ്ങനെ 6 മണി എന്ന് പറയുമ്പോ നമ്മള് പ്രതിബിംബം വയ്ക്കാണ്. 6 മണിയാണ് അല്ലെ? കണ്ണാടിയിലെ പ്രതിബിംബം എന്ന് പറയുമ്പോ എന്താ? ഇവിടെ തിരിച്ചായിരിക്കും വരിക. അപ്പൊ കണ്ണാടിയിലെ പ്രതിബിംബം ഇത് 12 ആണ്, ഇത് 6 ആണെന്നുണ്ടെങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ എന്ത് കാണിക്കും? 12:30 12:30 അല്ല വരിക. 12:30 വരും. അത് തന്നെ, 12:30 വരും. അങ്ങനെ ഒരു സമയം 12:30ക്ക് കാണിക്കും. അപ്പൊ ഓടാതിരിക്കുന്ന ഒരു ക്ലോക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ക്ലോക്ക് കണ്ണാടിയുടെ പ്രതിബിംബത്തിൽ ഒരു ദിവസം 4 പ്രാവശ്യമാണ് കാണിക്കുക. അപ്പൊ 12 മണി ഇവിടെ വെക്കുമ്പോ നമുക്ക് തിരിച്ചെന്ത് വരും? ഇപ്പുറത്തും എന്ത് ചെയ്യും? പ്രതിബിംബം ഇവിടെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ തിരിച്ച് 12:30 തന്നെ വരും, ഇപ്പുറത്ത് വരും. അയ്യോ, മടങ്ങിപ്പോയല്ല. ഓക്കെ. അപ്പൊ ഏതൊക്കെ സമയത്താ തന്നെ? ഒന്ന് 12 മണി, പിന്നെ ഒന്ന് 6 മണി. അതേപോലെ 12 മണി എങ്ങനെയുണ്ട്? 2 നേരത്ത് കാണിക്കും. അതുപോലെ 6 മണി എത്ര നേരത്ത് കാണിക്കും? 2 സമയത്ത് കാണിക്കും. അങ്ങനെയാണ് വരുന്നത്. അത് ക്ലിയർ ആണോ? ഓക്കെ സാർ, ക്ലിയർ. സർ പ്രതിബിംബം കൃത്യസമയം അങ്ങനെയല്ലേ സർ? ഏതാണ്? പ്രതിബിംബം 2 പ്രാവശ്യം കണ്ണാടിയിലെ, പിന്നെ കൃത്യസമയം കൂടിയിട്ടാണോ? 4 പ്രാവശ്യം. 12 മണിയാവുമ്പോ തിരിച്ച് നമ്മൾ 6 മണി വരും. 6 മണിയാവുമ്പോ 12 മണിയാവും. അപ്പൊ 2 സമയവും കൃത്യസമയത്ത് കാണിക്കും. ഓക്കെ. അപ്പൊ 4 പ്രാവശ്യമാണ് കണ്ണാടിയിൽ കാണിക്കാന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഒരു മണിക്കൂറിൽ എത്ര സെക്കൻഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു മണിക്കൂറിൽ എത്ര സെക്കൻഡ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 3600 സെക്കൻഡ് ആണ്. 3600 സെക്കൻഡ്. അതെങ്ങനെയാന്ന് മനസ്സിലായോ? ഒരു മണിക്കൂറിൽ 3600 സെക്കൻഡ് വന്നത് അത് പറഞ്ഞുതരാം. ഒരു മിനിറ്റില് 60 മിനിറ്റ്. 60 മിനിറ്റ് ആണ്. 60 മിനിറ്റ് ആണ്. 60 മിനിറ്റ് എന്ന് പറയുമ്പോ എത്ര? 60 മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 60 സെക്കൻഡ്. 60 സെക്കൻഡ്. ഒരു മിനിറ്റില് 60 സെക്കൻഡ് ആണെങ്കിൽ 60 മിനിറ്റിൽ 60 × 60 സെക്കൻഡ് ഈക്വൽ ടു 3600 സെക്കൻഡ്. ഓർക്ക, 1 ഹവറിൽ 60 മിനിറ്റ്, 1 മിനിറ്റിൽ എത്രയാ? 60 സെക്കൻഡ്. അങ്ങനെ 60 മിനിറ്റില് 60 × 60 സെക്കൻഡ്, 3600 സെക്കൻഡ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ സർ.
ഓക്കെ, ഓക്കെ സർ. ഇനി അടുത്തത് തീരാൻ പ്രോബ്ലത്തിലേക്ക് കടക്കാം. കാരണം ഇതങ്ങ് പറഞ്ഞു തീർന്നില്ലെങ്കിൽ പിന്നെ അങ്ങ് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ രണ്ടാമത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണം, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ദിവസത്തിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ 22 പ്രാവശ്യമാണ് ഒന്നിക്കുക. എങ്ങനെ? ഒരു ദിവസത്തിലെ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ 22 പ്രാവശ്യം. മൊത്തം 24 മണിക്കൂറില്ല, പിന്നെ എങ്ങനെ 22 പ്രാവശ്യം വന്നേ? അതായത് നിങ്ങൾക്ക് സമയം എടുത്തു നോക്കാം. ഈ 12 മണിയുണ്ട്, ഇവിടെ 11 മണിയുണ്ട്, ഇവിടെ കഴിഞ്ഞിട്ട് 1 മണി. അപ്പൊ ഓർക്കുക, 1 മണിക്ക് ശേഷം ഇതുവരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 10 മണിക്കൂർ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്നുണ്ട്. എന്നാൽ 11 മണി തൊട്ടിട്ട് ഈ 1 മണി വരെയുള്ള സമയത്ത് ഒറ്റ തവണയെ ക്ലോക്കും മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒന്നിക്കുന്നുള്ളൂ. അതായത് 12 മണിക്ക്. അതിന്റെ ഇടയിൽ ഒന്നും ഒന്നിക്കുന്നില്ല. അപ്പൊ 10+1 ആദ്യത്തെ 12 മണിക്കൂറിൽ ഒരു 11 തവണയും അടുത്ത 12 മണിക്കൂറിൽ മറ്റൊരു 11 തവണയും, മൊത്തം 22 തവണ. അതെങ്ങനെ വന്നേന്നാണ്. ഓരോ 60 മിനിറ്റിലല്ല ഇത് ഒന്നിക്കണേ, 65 5/11 മിനിറ്റിലാണ് ഒരു മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഒന്നിക്കുക. അപ്പൊ മൊത്തം ഒരു ദിവസം 24 മണിക്കൂർ. അപ്പൊ 24 മണിക്കൂറിനെ നമ്മൾ മിനിറ്റിലേക്ക് ആക്കുമ്പോൾ 24 × 60 ബൈ എത്ര മിനിറ്റ് കൂടുമ്പോഴും ഒന്നിക്കണേ? 65 5/11 മിനിറ്റ് കൂടുമ്പോൾ ഒന്നിക്കുന്നു. അപ്പൊ മൊത്തം 22 പ്രാവശ്യം കിട്ടും. അതിന്റെ കോൺസെപ്റ്റ് ഇതാണ്. നിങ്ങൾ വാച്ചിലെ ക്ലോക്ക് ഒന്ന് തിരിച്ചു നോക്കുക. ഇപ്പൊ തന്നെ വേണമെങ്കിൽ തിരിച്ചു നോക്കുക. 11 മണി കഴിഞ്ഞിട്ട് 1 മണിക്കിടയിലും ഒറ്റ തവണ, അതായത് ഈ 12 മണിയിലാണ് ക്ലോക്ക് ഒന്നിക്കുള്ളൂ. അല്ലാണ്ട് 12 പ്രാവശ്യമായിട്ട് ഒന്നിക്കുന്നില്ല. അതുകൊണ്ട് ആദ്യത്തെ 12 മണിക്കൂറിൽ ഒരു തവണയാണ് ഒന്നിക്കുന്നുള്ളൂ. 11 തവണയാണ് ഒന്നിക്കുന്നുള്ളൂ. അടുത്ത 12 മണിക്കൂറിൽ വീണ്ടും ഒരു 11 തവണ ഒന്നിക്കും. അങ്ങനെ 11 + 11 ഒരു ദിവസത്തില് എത്രയാ? 22 പ്രാവശ്യം ഒന്നിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത്. ഒരു ദിവസത്തിലെ ക്ലോക്ക് മിനിറ്റ് മണിക്കൂർ സൂചികൾ 22 പ്രാവശ്യം എതിർദിശയിൽ വരും. അപ്പൊ ഓർക്കുക, ഒരു ദിവസത്തിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഇതേപോലെ തന്നെ ഒന്നിക്കുന്ന പോലെ തന്നെയാണ് എതിർദിശയിൽ വരിക. അപ്പോൾ 22 പ്രാവശ്യമാണ് എതിർദിശയിലും വരുന്നത്. ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുമ്പോൾ പോലെ തന്നെയാണ് എതിർദിശയിലും വരിക. 22 പ്രാവശ്യമാണ് വരിക. എന്നാൽ ഒരു ദിവസത്തിലെ ക്ലോക്ക് മിനിറ്റ് മണിക്കൂർ സൂചികൾ 44 പ്രാവശ്യം നേർരേഖയിൽ വരും. ഓർക്കുക, 44 പ്രാവശ്യം നേർരേഖയിലും പിന്നെന്ത് ആയിട്ട് വരും? മട്ടകോണായിട്ട് വരും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എടുത്ത് നോക്കുക, 12 ഉണ്ട്, 6 ഉണ്ട്. ഒരു ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ 44 പ്രാവശ്യം എന്തായിട്ടാ വരുന്നേ? നേർരേഖയിലും മട്ടകോണായിട്ട് വരും. ഓർക്കുക, ഒരു മണിക്കൂർ എടുത്തു കഴിയുമ്പോൾ 3 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇങ്ങനെ ഒരു സമയമുണ്ട് അല്ലെ? 3 മണി ദാ ഇങ്ങനെയാണ്, ആണോ? ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ മണിക്കൂർ സൂചി ദാ തിരിച്ച് ഇങ്ങനെ വന്നിട്ട് ദാ ഇങ്ങനെ നിൽക്കും. അപ്പൊ ആ ഒരു മണിക്കൂർ 3 മണി എന്നുള്ളതും ഈ മിനിറ്റ് സൂചി അരയിലേക്ക് വരുമ്പോ എന്തായിട്ട്? 3:30. ആ സമയം എന്തായിട്ടാണ്? മട്ടകോണായിട്ടാണ്. അപ്പൊ ഒരു മണിക്കൂറിൽ തന്നെ 2 തവണ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മണിക്കൂർ തന്നെ 2 തവണ ഇത് മട്ടകോണായിട്ടും വരുന്നുണ്ട്, നേർരേഖയിലും വരുന്നുണ്ട്. ഇനി നേർരേഖയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 മണി ഇതാ ഇങ്ങനെ വരും. പിന്നെ അടുത്തത് 3 മണി കുറച്ചിങ്ങ് മാറുമ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് വരുന്നുണ്ട്. അങ്ങനെ 2 തവണ എന്ത് ചെയ്യുന്നുണ്ട്? നേർരേഖയിലും ഒരു മണിക്കൂർ തന്നെ നേർരേഖയിലും മട്ടകോണായിട്ടും വരുന്നത്. ഒരു മണിക്കൂറിൽ 2 തവണയാണെന്നുണ്ടെങ്കിൽ 22 മണിക്കൂറിൽ എത്രയാ? 24 മണിക്കൂർ അല്ലെ? അപ്പൊ ഒരു മണിക്കൂർ ഈ പറഞ്ഞ പോലെ ഈ 11:1 ഇത് നടക്കുന്നില്ല. അപ്പൊ എന്താണ്? മൊത്തം 11 തവണയാണ്. 11 തവണയാണ് ഇത് റിപ്പീറ്റ് ചെയ്യുള്ളൂ. 11 മണിക്കൂറിലാണ് 2 തവണ എന്ത് വരുന്നുള്ളൂ? നേർരേഖയിലും മട്ടകോണായിട്ടും വരുന്നു. അപ്പൊ 11 തവണ 22 വെച്ചിട്ട് അടുത്ത 11 തവണ 22 വെച്ചിട്ട് മൊത്തം 44 തവണ വരും. ഇത് ക്ലിയർ ആയോ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? അത് നിങ്ങൾ വാച്ചിലെ ക്ലോക്ക് ഒന്ന് ഈ 11 തൊട്ടിട്ട് 12 1 മണി നിങ്ങളൊന്ന് തിരിച്ചു നോക്കിയാൽ മതി. അവിടെ എവിടെയും എന്ത് ചെയ്യുന്നില്ല? ഈ കോണുകൾ, ഈ ആംഗിൾസ് നേർരേഖയിൽ ഇതിലൊന്നും വരുന്നില്ല. അപ്പൊ അതൊന്ന് ആ കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടും. ആദ്യത്തെ 11 മണിക്കൂറിൽ 2 തവണ വെച്ചിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യും. 2 തവണ വെച്ച് 11 × 2 22 തവണ ഇത് നേർരേഖയിലും മട്ടകോണായിട്ടും വരും. അടുത്ത 11 തവണ വീണ്ടും എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഈ കോൺസെപ്റ്റ് ഇപ്പൊ ഞാൻ കാണിച്ചത് 3 എന്നുള്ളത് 3 മണിക്കും 3:30ക്കും എന്തായിട്ട് വരുന്നുണ്ട്? ഇങ്ങനെ
90 ഡിഗ്രിയിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു മണിക്കൂറിൽ 3:4 എന്നുള്ള സമയത്ത് 2 തവണ അത് മട്ടകോണായിട്ട് വരുന്നുണ്ട്, 3 മണിക്കും 3:30ക്കും. അതേപോലെയാണ് വരുന്നത്. അപ്പൊ 11 to 1 മണിക്ക് ഇടയിൽ ഈ ക്ലോക്കുകൾ അങ്ങനെ ക്രോസ് ഓവർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ദിവസത്തില് 44 തവണ നേർരേഖയിലും മട്ടകോണായിട്ടും വരുന്നത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. പുതിയ ആൾക്കാർക്ക് ഓക്കെ ആണോ? മഞ്ജുഷ ഓക്കെ ആണോ? റംലത്തോ? സജിത ഓക്കെ അല്ലേ? സജിത ഓക്കെ ആണോ? സജിത ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ. ഇനിയുള്ളതാണ് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ ഉള്ളത് നിങ്ങൾ ഒന്നും കൂടി നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ പാർട്ട് 2 ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് ഇരുന്നിട്ട് ഒന്ന് നോക്കുക. എവിടെയെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ, രാവിലെ ക്ലാസ് ഉണ്ട്. നമുക്ക് ഇനി കണ്ടിന്യൂസ് ക്ലാസ് ചെയ്ത് വച്ച് തീർത്ത് പോകണം. ഒരു മടിയും വിചാരിക്കരുത്. എപ്പോഴെങ്കിലും മടി വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, LDC നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകണമെന്നൊന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഇതുവരെ പഠിച്ചതിന്റെ ഒരു എന്താണ്, ഇത് കിട്ടാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത് ഒഴിവാക്കുക. ഞാൻ പറഞ്ഞു, വൺസ് ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യുക, എന്തെങ്കിലും നിങ്ങൾക്ക് സ്വപ്നമായിട്ട് എന്തെങ്കിലും ഒരു ഡ്രീം ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ, ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, കയ്യിൽ സെൽഫായിട്ട് എന്ത് ചെയ്യണം, സസ്റ്റൈനബിൾ ആയിരിക്കണം. അല്ലാണ്ട് നമ്മൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പല സ്വപ്നങ്ങളും നമ്മളെ മാറ്റി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ പല ആഗ്രഹങ്ങളും മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ ജീവിതകാലം മൊത്തം അങ്ങനെ ജീവിക്കാനാണോ, അതോ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ അല്ലേ? അതിനു വേണ്ടിയിട്ടാണോ? ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 6 മാസം ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായി? ഈ പറഞ്ഞ എല്ലാം ആയി. പിന്നെ നമുക്ക് അതിൽ വൺസ് ഡിപ്പാർട്ട്മെന്റ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒന്നും കൂടി നിങ്ങളൊന്ന് തിരയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എന്നുള്ളൊരു സാഹചര്യം വരുന്നുണ്ട്. അത് വരുമ്പോൾ കറക്റ്റായിട്ട് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഡെസിഗ്നേഷനിലേക്ക് മാറാനും പറ്റും. കുറച്ച് നാളത്തെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അതൊന്ന് സഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്തേക്ക് മാറാം. ഓക്കെ, ലാസ്റ്റ് ആണ് എന്താണ്, ഇനി മിറർ ഇമേജസ് ചോദിക്കും. അപ്പോൾ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം എത്രയാണ്, ഒരു സമയം തന്നിട്ട്, ഇപ്പോൾ സമയം 7 മണിയാണെന്നുണ്ടെങ്കിൽ കണ്ണാടിയിൽ അത് എത്ര മണിയായിട്ടാണ് കാണിക്കുക എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ തന്നിരിക്കുന്ന സമയം 11നേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ, 11 മണിയേക്കാൾ കുറവ്, ഏകദേശം 10 മണി 9 മണിയൊക്കെയാണ് തന്നെങ്കിൽ എന്താണ്, 11:60 നിന്നും അത് കുറച്ചെഴുതുക. 11:60 നിന്നും കുറച്ചെഴുതി കിട്ടുന്നതായിരിക്കും എന്താ മിററില് ആ സമയം കാണിക്കുന്നത് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതേപോലെ 11നേക്കാൾ കൂടിയ ഒരു സമയമാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കണമെങ്കിൽ 23:60, അതായത് 24 മണിക്കൂർ. 23 മണിക്കൂർ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. സോ അതിൽ നിന്ന് കുറച്ചിട്ട് വേണം എഴുതാനായിട്ട്. അത് 2 പ്രോബ്ലം ചെയ്യുമ്പോൾ ഓക്കെ ആയിക്കോളും. ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് റിവിഷൻ ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം. ഒരു മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രിയും മണിക്കൂർ സൂചി 360 ഡിഗ്രിയും തിരിയുന്നു. അതുപോലെ മണിക്കൂർ സൂചി 1 മിനിറ്റിൽ 1/2 ഡിഗ്രി മാത്രമാണ് തിരിയുന്നത്. എന്നാൽ ഒരു മണിക്കൂറിൽ 30 ഡിഗ്രി തിരിയുന്നുണ്ട്. പിന്നെ ഓടാതിരിക്കുന്ന ഒരു ക്ലോക്ക് ഒരു ദിവസം 2 തവണ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് സമയം കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ക്ലോക്ക് കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ 4 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, യഥാർത്ഥ സമയം കാണിക്കുന്നുണ്ട്. കണ്ണാടിയിലെ പ്രതിബിംബത്തിലാണ്. ഇനി അടുത്തത്, ഒരു മണിക്കൂറിൽ 3600 സെക്കൻഡ് ആണ്. അപ്പൊ ഒരു ദിവസത്തിലെ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ 22 പ്രാവശ്യമാണ് ഒന്നിക്കുക. കാരണം പറഞ്ഞു 11 to 1 മണിക്കൂർ 1 മണി വരെയുള്ള സമയങ്ങളിൽ ഒന്നിക്കുക എന്ന് പറയുന്നത് എന്താണ്, നടക്കുന്നില്ല. ഒറ്റ തവണ 12 മണിക്ക് മാത്രമാണ് നടക്കുന്നത്. അല്ലാണ്ട് 11 ഇതേപോലെ 11 ഇതാ ഇങ്ങനെ ഒരു സമയം വരൂല. അപ്പൊ അത് ഓർക്കുക. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. എന്ത്, ഒരു ദിവസത്തിലെ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ തമ്മിൽ 22 പ്രാവശ്യമാണ് എതിർദിശയിൽ വരിക. ആകെ 11 മണിക്കും 1 മണിക്കും ഇടയിൽ ഇതാ 12 മണി എന്നുള്ളൊരു സമയത്ത് മാത്രമാണ് ക്ലോക്ക് ഇങ്ങനെ വരുള്ളൂ. ഇനി ഒരു ദിവസത്തിലെ ക്ലോക്കിലെ മിനിറ്റ് അല്ലെങ്കിൽ മണിക്കൂർ സൂചികൾ 44 പ്രാവശ്യം നേർരേഖയിൽ വരും. 44 പ്രാവശ്യം നേർരേഖയിലും
മട്ടകോണായിട്ടും വരും. നേർരേഖയിൽ വരുന്ന കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. മിനിറ്റ് മണിക്കൂർ സൂചികയിൽ 22 പ്രാവശ്യമാണ് എതിർദിശയിൽ വരിക. അപ്പൊ നേർരേഖയിലും അതേപോലെ തന്നെയാണ് വരുന്നത്. ആദ്യത്തെ 12 മണിക്കൂറിൽ എന്ത് വരും? 11 തവണ. അതേപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് വരും. ഇപ്പൊ 22 തവണ വരും. പിന്നെ എന്ത് വരും? നേർരേഖയിലും മട്ടകോണായിട്ടും വരുന്ന 1 മണിക്കൂറിൽ 2 തവണ നമ്മൾ പറഞ്ഞു. 3 മണിയാവുമ്പോ പിന്നെ അതേപോലെ 3.5 മണിക്കൂർ. അതേപോലെ തന്നെ ബാക്കിയല്ല 4 മണിയാവുമ്പോഴും പിന്നെ 4:30 കഴിഞ്ഞിട്ട് ഒരു സമയമുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് 44 തവണ എന്ത് ചെയ്യുക? അത് കാണിക്കുക. ഇനി മിറർ ഇമേജ് കാണാനായിട്ട് തന്നിരിക്കുന്ന സമയം 11നേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ 11 മണി 60 മിനിറ്റ് എന്ന് കുറയ്ക്കുക. പിന്നെ ഈ 11നേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 23 മണിക്കൂർ 60 മിനിറ്റ് എന്ന് കുറയ്ക്കുക. ഒരു പ്രോബ്ലം ചെയ്യുക. ആദ്യത്തെ പ്രോബ്ലം ആണ്. സമയം 1:15 അങ്ങനെയാണെങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. എല്ലാവരും ചെയ്യുക. 1 മിനിറ്റ് ഞാൻ സമയം തരാം. വിളിച്ചു പറയണ്ട. ഞാൻ ചോദിക്കുന്ന പുതിയ ആൾക്കാരോടായിരിക്കും ഞാൻ അധികം ചോദിക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റുള്ളവർ വേണമെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് പോവാട്ടോ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമുണ്ടായിരിക്കും. 1:15 കണ്ണാടിയിലെ പ്രതിബിംബം. അതായത് സമയം 1:15 ആണെന്നുണ്ടെങ്കിൽ ആ സമയത്തിന് ഇപ്പൊ നിങ്ങൾ ഒരു ക്ലോക്ക് ഇവിടെ 1 മണിക്കൂർ, 12 മണി, 1 മണിക്കൂർ, പിന്നെ എന്തുണ്ട്? 1:15 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി ഇവിടെ വരും. മിനിറ്റ് സൂചി ഇതാ 4, 15 വരും. ഈ ഒരു സമയത്തിന് കണ്ണാടി ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണാടിയിൽ എന്തായിരിക്കും ഇതിന്റെ പ്രതിബിംബം കാണിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. സോ അങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ പറഞ്ഞു 11 മണിക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ഏതിന്ന് കുറയ്ക്കണം? 11 മണിയേക്കാൾ കുറവാണ് സമയമെങ്കിൽ 11:60 കുറയ്ക്കണം എന്ന് പറഞ്ഞു. 11:60 എഴുതുക. പിന്നെ എന്ത് എഴുതണം? 1:15 എഴുതുക. 60 - 15 എത്രയാ? 45. 11 - 1 10:45. 10:45 പ്രതിബിംബം കാണിക്കുക. മനസ്സിലായോ? പുതിയവർക്ക് മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. നിത്യ, മഞ്ജുഷ, ജിജി മനസ്സിലായോ? അശ്വിനെ മനസ്സിലായോ? അശ്വതി, അൻഫിയ മനസ്സിലായി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കിയാ. ഇവിടെ സമയം നോക്കുക. ഇവിടെ 12:20 ആണ്. 12:20 ആവുമെന്ന് പറയുമ്പോൾ എന്താണ്? 11 മണിയൊക്കെ കൂടുതലാണ്. കൂടുതലാവുമ്പോ ഏതിന്ന് കുറയ്ക്കണം? 23 മണിക്കൂർ 60 മിനിറ്റ് കുറയ്ക്കണം. അങ്ങനെ കുറച്ചൊന്ന് എഴുതി നോക്കിയേ. ഇപ്പൊ നാളെ രാവിലെ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ക്ലാസ് കാണും. അപ്പൊ നാളത്തെയും കൊണ്ട് ക്ലോക്കും സിസ്റ്റം സോഫ്റ്റ്വെയറും കംപ്ലീറ്റ് ആക്കും. അടുത്ത ആഴ്ച നമുക്ക് ഭരണഘടനയുടെ കുറച്ച് ടോപ്പിക് തീരാനുണ്ട്. അതും തീർക്കാം. കിട്ടിയില്ല? പെട്ടെന്നാവട്ടെ. ആൻസർ പറ. 12:20. എത്രയാണ്? 11:40 കിട്ടിയത്. എങ്ങനെയാണ്? 12:20 എന്ന് പറയുമ്പോ ഏതിന്ന് കുറയ്ക്കണം? 23:60 എന്ത് കുറക്കണം? 12:20 കുറയ്ക്കുക. കുറയ്ക്കുമ്പോ 60 - 20 40. ബാക്കി എന്ത് വരും? 1 1 11:40. അടുത്ത സമയം 7:20. പെട്ടെന്ന് പറയാം. ഞാൻ ചോദിക്കുന്ന ആള് പറയണേ. ചോദിക്കുന്ന ആള് പറയാ. 7:20. 7:20. ഒരു മിനിറ്റ് തരും. 1 മിനിറ്റ് വരും. ഒറ്റ മിനിറ്റ് ഉള്ളൂ. ഏഴ് 20.
ഒരു മിനിറ്റ് ആയി, ഞാൻ ചോദിക്കണവര് പറയാ. അശ്വിൻ പറഞ്ഞേ, അശ്വിൻ കിട്ടിയോ? അശ്വിനെ അവിടെ ഉറങ്ങുവാണോ? ഹലോ സാറ്. ആൻസർ കിട്ടിയോ അശ്വിനെ? സാറെ കിട്ടിയില്ല. സാറേ ഒന്നുകൂടെ പറയോ, എനിക്ക് മറ്റേ കട്ടായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ശരി, അതെനിക്കറിയാം കട്ടായി പോണത്. 7:20 പ്രതിബിംബം എത്രയാന്ന് പറ. സാറേ അതല്ല, അതിന്റെ മുകളിലത്തെ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നോ, ഈ 11:20 അതൊക്കെ കിട്ടിയത്. സാറ് പറഞ്ഞു 11 മേളില് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 23:60 കുറയ്ക്കണം. 23:60 തന്നിരിക്കുന്ന സമയം കുറയ്ക്കണം. സാറേ ഒന്നുകൂടെ പറയോ, കിട്ടിയില്ല. അതായത് 11 മണി, അതായത് 11 മണി കൂടുതലുള്ള സമയം എന്ന് പറയുമ്പോൾ 12, 13, 14 അങ്ങനെയൊക്കെയാണ് തന്നെങ്കിൽ എന്ത് ചെയ്യണം? 23:60 അത് കുറയ്ക്കണം. എന്നാൽ 11 താഴെ എന്ന് പറയുമ്പോൾ 10, 9, 8, 7, 6 അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ 11:60 അത് കുറയ്ക്കണം. എന്നാ ഞാൻ വേറെ ഒരാളോട് അടുത്തതിന് പറയാം. അശ്വിൻ, അൻഫിയ പറഞ്ഞേ. 7:20 ആവുമ്പോ എങ്ങനെയാ? 11:60 കുറച്ച് കഴിയുമ്പോ അങ്ങനെയല്ലേ? അത് തന്നെ, കറക്റ്റ് പറഞ്ഞു. ഏത് ഓപ്ഷൻ? 11:60 7:20 കുറയ്ക്കണം. ഇതെന്ത് വരും? 60 - 20 എത്രയാ? 40 വരും അല്ലേ? പിന്നെ എന്ത് വരും? 11 - 7 4. 4.40 അതല്ലേ? 4:40 വരും. അതാണ് കണ്ണാടിയിൽ പ്രതിബിംബത്തിൽ എന്ത് കാണിക്കുക. ഓക്കെ ആണോ? എല്ലാവർക്കും ഇത് കിട്ടിയായിരുന്നോ? അടുത്ത ദിവസം പെട്ടെന്ന് ചെയ്തോ. 11:20 അടുത്ത ആളോട് ഞാൻ ചോദിക്കും. 11:20 ഒറ്റ മിനിറ്റ് തരുള്ളൂ. 11:20 ഒറ്റ മിനിറ്റ്. ഇതൊന്നും തെറ്റിക്കരുത്, ഇതൊക്കെ നമ്മുടെ ഷുവർ മാർക്കാണ്. മാത്സ് റീസണിങ് ഒറ്റ മാർക്ക് പോലും പോകരുത്. ആ രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും മാത്സ്, റീസണിങ്, കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മലയാളം 5 സബ്ജക്റ്റ് 1 മണിക്കൂറെങ്കിലും വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് ജോലിക്കൊന്നും പോകാത്തവരാണെങ്കിൽ മിനിമം ഒരു മണിക്കൂർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു 50 മാർക്ക് നിങ്ങളുടെ കീശയിലിരിക്കും. അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മിനിമം കൊടുത്തിരിക്കുക ഈ 5 സബ്ജക്റ്റിന്. അതായത് ഒരു 2.5 മണിക്കൂറെങ്കിലും ഈ 5 സബ്ജക്റ്റ് പഠിക്കാൻ നീക്കി വെക്കുക. ആകെ ഞങ്ങൾ 2.5 മണിക്കൂറാ കൊടുക്കണുള്ളൂ സാറേ. ഈ 5 സബ്ജക്റ്റിന് 2.5 മണിക്കൂർ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി സബ്ജക്റ്റ് ഞങ്ങൾ എങ്ങനെ പഠിക്കും? അങ്ങനെയല്ലേ ഇപ്പൊ നിങ്ങൾ വിചാരിച്ചേ? അങ്ങനെയാണോ വിചാരിച്ചേ? അടുത്ത ആള് മനുവിന് കിട്ടിയായിരുന്നോ? മനു ഉണ്ടോ? 11:20 അല്ലേ ക്വസ്റ്റ്യൻ? മനു ഉണ്ടോ? മനു കേൾക്കുന്നില്ലല്ലോ. അടുത്തതാരാ? നിത്യക്ക് കിട്ടിയോ? 12:40. എല്ലാവർക്കും അത് തന്നെയാണ് കിട്ടിയ? 12:60 എന്ത് പറയണം? 11 മണി കൂടുതൽ. 23:60. അപ്പൊ 11 സോറി 23:60. ഞാൻ മാറിപ്പോയി. 23:60 എന്ത് ചെയ്യണം? 11:20 11:20 അപ്പൊ 40. പിന്നെന്ത് ചെയ്യും? 2.
പിന്നെ 1 12:40. ഓക്കെ, കറക്റ്റ് നിത്യ, കറക്റ്റ്. സമയം 7 മണിയാവുമ്പോ എന്ത് ചെയ്യണം? പ്രതിബിംബം എത്ര വരും? ആ 5. 5 അല്ലേ കിട്ടിയ എല്ലാവർക്കും? അതായത് ഇങ്ങനെ 7, 5, 6 എന്നൊക്കെ തരുമ്പോ നേരെ ഡയറക്റ്റ് 12 അങ്ങ് കുറച്ചാൽ മതി. 11:60 കുറച്ചു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. 11:60 കുറച്ചു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. 11:60 മൈനസ് 7:00, അതായത് 60. 11 മൈനസ് 7 എത്രയാ? 4. 4 മണി 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? 5 അവർ ആണ്, അതായത് 5. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് 12 7 അങ്ങ് കുറയ്ക്കുക, 5, അത് കിട്ടും. അപ്പൊ 10 മണിയാവുമ്പോ പെട്ടെന്ന് എന്ത് കിട്ടും? 10 മണിയാവുമ്പോ 2. കറക്റ്റ് ആണേ, അത് മാറിപ്പോയില്ലല്ലോ. അപ്പൊ 12 മൈനസ് 10 = 2 മണി. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രതിബിംബം ഇവിടെ ശ്രദ്ധിക്കുക, പ്രതിബിംബ സമയമാണ് 4:10. അങ്ങനെയാണെങ്കിൽ ക്ലോക്കിലെ പ്രതിബിംബത്തിൽ കാണുന്ന സമയം 4:10 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ സമയം എത്രയായിരുന്നു? വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങളിപ്പോ ചെയ്ത പോലെ തന്നെ അങ്ങ് ചെയ്യാം, തിരിച്ചങ്ങോട്ട് ആക്കുക. അപ്പൊ നമ്മള് തന്നിരിക്കുന്നത് പ്രതിബിംബമാണോ യഥാർത്ഥ സമയമാണോ എന്നൊന്നും ചെക്ക് ചെയ്യണ്ട. 11 കുറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുക. അത് 11 കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 23:60 കുറയ്ക്കുക. അപ്പൊ 4:10 ആവുമ്പോ എന്താണോ നിങ്ങൾ ഇതുവരെ ചെയ്തത് അതങ്ങ് ചെയ്യുക. പെട്ടെന്ന് ചെയ്തോ, ഒരു മിനിറ്റ്. സെയിം തന്നെയാണല്ലോ സർ? സെയിം തന്നെ, പ്രതിബിംബമാണെന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, സെയിം തന്നെ. അതായത് ഇപ്പൊ നമ്മൾ ആദ്യം തന്നത് കണ്ണാടിയിലായിരുന്നു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 11 കുറച്ചു. ഇപ്പൊ തന്നതിന് പ്രതിബിംബമാണെന്ന് പറഞ്ഞു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 11 കുറയ്ക്കുക. അപ്പൊ യഥാർത്ഥ സമയം കിട്ടും 11. ആ ഒരു സെയിം മെത്തേഡ് തന്നെ. ഏഴ് 7:50 കിട്ടി അല്ലെ? എന്ത് ചെയ്യണം? ഇപ്പൊ 11 മണി താഴെയാണ്, അപ്പൊ അതുകൊണ്ട് 11:60 തന്നെ കുറയ്ക്കുക. 4 എന്ത് ചെയ്യണം? 10 കുറയ്ക്കുക, 50 കിട്ടി. പിന്നെ 7 കിട്ടി, 7:50. ഓക്കെ അല്ലേ? ഇനി പ്രതിബിംബത്തിന്റെ സമയം തന്നിട്ടുണ്ട് 8 മണിയാണ്. അങ്ങനെയാണെങ്കിൽ റിയൽ സമയം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. റിയൽ സമയം എന്ത് വരും? 4. 12. ഇത് ഒരു എന്താണ്, മിനിറ്റ് ഇല്ലാത്ത ഒരു സമയം. 5, 6, 7, 8 എന്നൊക്കെ പറഞ്ഞ. അപ്പൊ ഒന്നുമില്ല, 12 മണിന്ന് അങ്ങ് കുറയ്ക്കുക. 12 മൈനസ് 8 എന്ത് ചെയ്യും? 4 യഥാർത്ഥ സമയം. അപ്പൊ എന്ത് പ്രതിബിംബം ആയിക്കോട്ടെ, റിയൽ ആയിട്ടുള്ള സമയം ആയിക്കോട്ടെ, എന്തായാലും മാറ്റേണ്ട മെത്തേഡൊക്കെ സെയിം തന്നെയാണ്. ഇനി അടുത്തത്, ഒരു ക്ലോക്കിലെ അപ്പൊ നമ്മള് ഇത്രേ ഉള്ളൂ എന്ത്? പ്രതിബിംബം ക്ലോക്കും തമ്മിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ. അപ്പൊ ഇത് വളരെ എളുപ്പമാണ്, തന്നു കഴിഞ്ഞാൽ തെറ്റാണ്ടിരിക്കുക. ഇനിയിപ്പോ ഏതെങ്കിലും കാരണവശാല് നിങ്ങൾക്ക് എന്താണ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പൊ ഈ മിറർ ഒന്ന് വച്ചു നോക്കണ്ട. അല്ല, ഇത് തന്നെ എളുപ്പം. മിറർ വച്ചു നോക്കിയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണമെന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇത് അങ്ങ് മെത്തേഡ് അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 10 മിനിറ്റ് നീങ്ങുമ്പോൾ കോണളവ് എത്രയാണ്? അതായത് ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 10 മിനിറ്റ് എവിടെയെങ്കിലും നീങ്ങിക്കഴിഞ്ഞാൽ എത്ര കോണളവാണ് അത് കവർ ചെയ്യുന്നത്? 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ 2-ലാണ് തുടങ്ങുന്നത്, മിനിറ്റ് സൂചി 2-ൽ നിൽക്കുകയാണെങ്കിൽ ആ സൂചി എന്ത് ചെയ്യണം? 3, അതുപോലെ തന്നെ 4. ഇങ്ങനെ ഇത്രയും 10 മിനിറ്റ് കവർ ചെയ്ത് കഴിയുമ്പോൾ ഇതുണ്ടാക്കുന്ന ഈ ആംഗിള് എത്ര ഡിഗ്രിയാണ്? തീറ്റ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. 60 സാറേ. എത്രയാണ്? 60. എല്ലാവർക്കും കിട്ടിയോ? 60 അല്ലേ സാറേ? 60. എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയില്ല. ആർക്കാ കിട്ടാത്തെ? സജിത. അത് നമ്മൾ സിമ്പിൾ ആണ്, നോക്കിക്കോ, പറഞ്ഞുതരാവേ. ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു? എന്താ തുടക്കത്തിൽ നോക്കിയേ, ഒരു മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രി. 1 മിനിറ്റില് എത്രയാ? 6 ഡിഗ്രി.
1 മിനിറ്റിൽ 6 ഡിഗ്രി കിട്ടിയാൽ നമ്മളോട് എന്താ ചോദിച്ചേക്കണേ? 10 മിനിറ്റിൽ എന്ത് വരും? 10 × 6 60 ഡിഗ്രി അല്ലേ? ഓക്കെ ഓക്കെ. അത്രേ ഉള്ളൂ. എത്രയാണ് തന്നിരിക്കുന്ന മിനിറ്റ്? എത്രയാ? അതേ × 6. ഇനി 30 മിനിറ്റ് ചോദിച്ചാൽ 30 × 6. 40 മിനിറ്റ് ചോദിക്കുകയാണെങ്കിൽ 40 × 6. 20 മിനിറ്റ് ചോദിക്കുകയാണെങ്കിൽ 20 × 6. എത്രയാ? 6 2 12 120. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിൽ 10 മിനിറ്റിൽ 60. ബി ആണ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 25 മിനിറ്റ് നീങ്ങുമ്പോൾ ഉള്ള കോണളവ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു മിനിറ്റ് സൂചി നമ്മൾ ആദ്യം തന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ മിനിറ്റ് സൂചി എത്ര? 25 മിനിറ്റ് ആണ് കവർ ചെയ്യണത്. 150. 25 × 6 ചെയ്യാം. അപ്പൊ 20 × 6 120. അതുപോലെ 5 × 6 30. 120 + 30 150. ഒന്നും ചെയ്യേണ്ടത് 25 × 6 ചെയ്താൽ മതി. 25 × 6 150. ക്ലിയർ ആണ്? ഡൗട്ട് ഇല്ലല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്തോ. 11:04 മുതൽ 11:45 വരെ മിനിറ്റ് സൂചി നീങ്ങുന്ന കോണളവ് എത്രയാണ്? അതായത് ക്ലോക്കിലെ മണിക്കൂറിലെ സൂചി 150. 150. കറക്റ്റ് ആണ്. ആരാണ് പറഞ്ഞേ? സാർ ഞാൻ തന്നെ. അശ്വിനാണോ? സാർ നേരെ വെച്ചെടുത്തെന്നുള്ളൂ. അപ്പൊ 11:04 മുതൽ 11:45 വരെ എത്ര മിനിറ്റ് ഉണ്ട് നോക്കാം. 30 മിനിറ്റ് ആണ് അല്ലെ? 4 തൊട്ട് 3:45 വരെ 30 മിനിറ്റ്. 1 മിനിറ്റിൽ നമ്മൾക്ക് അറിയാം 1 മിനിറ്റിൽ 6 ഡിഗ്രി ആണ്. അപ്പൊ 30 മിനിറ്റിൽ 30 × 6 30 × 6 എത്രയാ? 180. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? പുതിയവർക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണോട്ടോ. നിങ്ങൾ മിണ്ടാണ്ടിരിക്കരുത്. മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം. ഓരോരുത്തരെ പറയാലോ. എന്താണിതാ 11 നമുക്ക് സമയം തന്നേക്കണം. 11:04 തൊട്ടിട്ട് 11:45 വരെ മിനിറ്റ് സൂചി അങ്ങ് ഓടുകയാണ്. അങ്ങനെ ഓടുമ്പോ ആ ഓട്ടത്തിൽ എത്ര ആംഗിൾ ആണ്? അതായത് 11:04 എന്ന് പറയുമ്പോ എന്താണ്? ഇവിടെയാണ് 11. ഇങ്ങനെ മിനിറ്റ് സൂചി 11 പിന്നെ 4 ഇതാ ഇങ്ങനെ വരും. ഇത് മണിക്കൂർ സൂചി, ഇത് മിനിറ്റ് സൂചി, ഇത് 4. ഇനി 3/4 എന്ന് പറയുമ്പോ എത്രയാ? അതാ ഇവിടെ വരും 45. സോ ഈ ആംഗിൾ ഇങ്ങനെ കവർ ചെയ്യുമ്പോ ഇത്രയും ഭാഗം വരുമ്പോ ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയെന്നാണ്, ഈ ആംഗിൾ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഇതിന്റെ ഇടയിലുള്ള മിനിറ്റ് ഇത് കവർ ചെയ്തത് 30 മിനിറ്റ് ആണ് അല്ലെ? ഒന്നും വേണ്ട, 11:45 മൈനസ് 11:04 ചെയ്യാം. 30 ഇത് 0. ഇപ്പൊ 30 മിനിറ്റ് കിട്ടും. 1 മിനിറ്റിൽ കവർ ചെയ്യുന്നത് 6 ഡിഗ്രി ആണെന്നറിയാം. 1 മിനിറ്റിൽ 6 ആണെങ്കിൽ 30 മിനിറ്റിൽ എത്ര വേണം? 30 × 6 6 3 18. 30 × 6 എന്ന് പറയുമ്പോൾ 150 വരും. ക്ലിയർ അല്ലേ ചേച്ചി? ഓക്കെ. അടുത്ത ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു ദിവസം മുഴുവൻ നീങ്ങുന്ന കോണളവുകളുടെ തുകയാണ് ചോദിച്ചത്. ഇതൊക്കെ ചോദിക്കാം. ക്ലോക്കിലെ മിനിറ്റ് സൂചി നമുക്കറിയാം, മിനിറ്റ് ഹാൻഡ് ഉണ്ട്. ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു ദിവസം മുഴുവൻ എങ്ങനെയാണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി എല്ലാവർക്കും കിട്ടി. നമുക്ക് നോക്കാം. സി കിട്ടിയിട്ടുണ്ട് സാറേ. ഓക്കെ, അപ്പൊ അത് നമുക്ക് പറയാം. ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു ദിവസം മുഴുവൻ നീങ്ങുന്ന കോണളവ്. ഒരു ദിവസം മുഴുവൻ നീങ്ങുന്ന കോണളവ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ എത്ര മിനിറ്റ് ഉണ്ടെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ? അപ്പൊ ഓർക്കുക, ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ട്? ഒരു മണിക്കൂറിൽ 60 മിനിറ്റ് ഉണ്ട്. അങ്ങനത്തെ എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂറുണ്ട്. അപ്പൊ 24 മണിക്കൂർ ആകുമ്പോ മൊത്തം എത്ര മിനിറ്റ് ആണെന്ന് നോക്കാം. അപ്പൊ 24 × 60 ചെയ്യാം. 6 ചെയ്ത് കഴിഞ്ഞാൽ 6 4 24 4 ഇഷ്ടം 2 6 2 12 1440. അപ്പൊ 1440 മിനിറ്റ് ആണ് ഒരു ദിവസം ഉള്ളത്. ഒരു മിനിറ്റിൽ 6 ഡിഗ്രിയാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1440 × 6 ചെയ്താൽ മതി. 0 6 4 24 4 ഇഷ്ടം 2 24 2 26 6 ഇഷ്ടം 2 1 6 2 8 8640.
സാറേ ഞാനത് വേറെ മെത്തേഡിലാ ചെയ്യുന്നത്. സാറ് ഒരു മണിക്കൂറില് ഒരു 360 നിങ്ങൾ സാറേ എങ്ങനെ ഒരു മണിക്കൂറിൽ 360 ഇൻറ്റു 24 വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് ചെയ്താലും മതി. ഞാനിപ്പോ മിനിറ്റ് പറഞ്ഞ പോലെ തന്നെ അത് കറക്റ്റാ. ഒരു മണിക്കൂറിൽ എന്താ, ഒരു മണിക്കൂറിൽ നമ്മൾ പറഞ്ഞു, ആദ്യം പറഞ്ഞതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഒരു മണിക്കൂറിൽ എവിടെയാ, ഒരു മണിക്കൂറിൽ 30 ഡിഗ്രി, ഒരു മണിക്കൂറിൽ 1 അവറിൽ 30 ഡിഗ്രി. ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂറിൽ 24 ഇൻറ്റു 30 ചെയ്താൽ മതി. 3 ചെയ്യാ, 3 12 2 ഇഷ്ടം 3 2 6 1 7. അപ്പൊ അങ്ങനെ 24 ഇൻറ്റു ഒരു മണിക്കൂറിൽ 30 ഡിഗ്രി ആകുമ്പോ 24 മണിക്കൂറിൽ 30 ചെയ്യണം. മിനിറ്റ് സൂചി വെച്ചേക്കണം. ഇനി അതിന് മിനിറ്റിലേക്ക് കൺവേർഷൻ ചെയ്യാം. മിനിറ്റിലേക്കും കൂടി കൺവേർഷൻ ചെയ്യണം. 360 ഇൻറ്റു 24 വെച്ച് ചെയ്തപ്പോഴാണ് അങ്ങനെ കിട്ടുന്നത്. 300 അതായത് മിനിറ്റ്. അതിപ്പോ നമുക്ക് തന്നേക്കണം എത്രയാ, 24 മണിക്കൂറിലാണ്. മനസ്സിലായോ? ഇപ്പൊ 1 അവറിലാണ് 30 ഡിഗ്രി. അപ്പൊ 24 മണിക്കൂറിൽ കാണാനായിട്ട് എത്രയാണ്, 24 ഇൻറ്റു 30 ചെയ്യാം. അപ്പൊ എന്ത് വരും, 3 12 ഇഷ്ടം 1 3 2 6 1 7 720 ആണ്. 720 ഡിഗ്രി ആണ് വരിക. അപ്പൊ 24 മണിക്കൂറിലാണ്. 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ, 24 ഇൻറ്റു 360. ഇപ്പൊ 8640. 4 ഇൻറ്റു 360. അപ്പൊ അതിനെ 360 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 8000 ചില്ലാന് കിട്ടി. അങ്ങനെ ഞാൻ ചെയ്തു സാറേ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതൊന്നും നമുക്ക് ആ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മിനിറ്റിനാണെങ്കിൽ മിനിറ്റ് ചെയ്യാം. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ പറഞ്ഞു? നിങ്ങക്ക് മെത്തേഡൊക്കെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരിക്കൽ പറയോ ആദ്യത്തെ മെത്തേഡ്? ഞാൻ പറഞ്ഞാണോ? അതെ, അതൊന്നുകൂടെ പറയാലോ. അത് 1440 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യല്ലത്, അല്ല, മൾട്ടിപ്ലൈ ചെയ്യാം. 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നമ്മളോട് ചോദിച്ചേക്കണ എന്താ, മണിക്കൂർ സൂചി ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു ദിവസം മുഴുവനും നീങ്ങുന്ന കോണളവുകളുടെ തുകയാണ്. മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മിനിറ്റ് ചെയ്തത്. അതായത് മിനിറ്റ് സൂചി ഒരു മിനിറ്റില് സഞ്ചരിക്കുന്ന ആംഗിൾ അറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൊത്തത്തിൽ കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഒരു ദിവസം 24 മണിക്കൂറാണ്. 1 അവറിൽ, ഒരു അവറിൽ എത്രയാണ്, 60 മിനിറ്റ് ആണുള്ളത് അല്ലെ? അങ്ങനെ ദിവസം മൊത്തം 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂറിൽ മൊത്തം 1024 ഇൻറ്റു 6 എത്രയാ, 1440. അപ്പൊ 1 അവറിൽ 60 മിനിറ്റ് ആണ്. അങ്ങനെ 24 മണിക്കൂറിൽ 24 ഇൻറ്റു 6 ചെയ്യുമ്പോൾ 1440. അതിനെ വീണ്ടും 6 വെച്ച് 1440 മിനിറ്റിൽ എത്ര വരും, 8640 കോണളവായിട്ടാണ് വരിക. ക്ലിയർ ആണോ? ഓക്കെ ഡൗട്ട് മാറിയോ? ഓക്കെ. ഒന്നോടെ പറഞ്ഞു, ഒന്നോടെ നിങ്ങൾ ശ്രദ്ധിച്ചോ. 1 അവറിൽ 60 മിനിറ്റ് ആണ്. അപ്പൊ 24 അവറിൽ എത്ര, 24 ഇൻറ്റു 6 1440 എത്രയാ, മിനിറ്റ് ആണ്. 1440 മിനിറ്റ്. ഒരു മിനിറ്റിൽ കവർ ചെയ്യുന്ന ദൂരം 6 ഡിഗ്രി ആണ്. അങ്ങനെ 1440 മിനിറ്റിൽ കവർ ചെയ്യുന്നത് 8640 ഡിഗ്രി ആണ്. ഒരു മിനിറ്റിൽ നമ്മൾ പറഞ്ഞു, ഒരു മിനിറ്റിൽ എത്രയാ, ഇവിടെ പറഞ്ഞു 6 ഡിഗ്രി. ഒരു മിനിറ്റിൽ 6 ഡിഗ്രി. അപ്പൊ 24 മണിക്കൂറിൽ മൊത്തം നമുക്ക് വരുന്ന മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ പോയി 1440 മിനിറ്റ് ആണ്. ഒരു മിനിറ്റിൽ 6 ഡിഗ്രി ഇപ്പൊ നമ്മൾ കണ്ടു. 1440 മിനിറ്റില് 1440 ഇൻറ്റു 6 ഡിഗ്രി കവർ ചെയ്യും. അതായത് 8640 8640 ഡിഗ്രി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ സാർ. ഇനി മണിക്കൂർ സൂചി 30 മിനിറ്റിൽ നീങ്ങുന്ന കോണളവ് എത്രയാ? മണിക്കൂർ 30 മിനിറ്റ് 15. മണിക്കൂർ സൂചി 30 മിനിറ്റിലാണ് അല്ലെ? നമ്മളോട് നമുക്കറിയാം മണിക്കൂർ സൂചി ഒരു മണിക്കൂറിൽ കവർ ചെയ്യുന്നത് എത്രയാ? 0.5. മണിക്കൂർ സൂചി ഒരു മണിക്കൂറിൽ എന്ത് കിട്ടും? ഇവിടെ നമ്മൾ പഠിച്ച് എത്ര മിനിറ്റാ നോക്കിക്കോ.
മണിക്കൂർ സൂചി ഒരു മിനിറ്റിൽ അര ഡിഗ്രിയും ഒരു മണിക്കൂറിൽ 30 ഡിഗ്രിയാണ്. ഒരു മണിക്കൂറിൽ 30 ഡിഗ്രിയാണ് എന്ത് മണിക്കൂർ സൂചി കവർ ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ 30 മിനിറ്റ്, ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റിലാണ് എന്ത് 30 ഡിഗ്രി. അപ്പൊ മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഈ 60ന്റെ പകുതി 60/2 ചെയ്യണം. അപ്പൊ ഇവിടെയും 2 ചെയ്യണ്ടേ, 30/2 15. ക്ലിയർ ആണോ? സജിത ക്ലിയർ ആണോ? ഇല്ല, ഒന്നും കൂടി പറയോ? പറയാലോ. അതായത് മണിക്കൂർ സൂചി ഒരു മണിക്കൂറിൽ 30 ഡിഗ്രി ആണെന്ന് അതറിയില്ലേ? അതായത് ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റില് എന്താണ് 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി നമ്മളോട് ചോദിച്ചേക്കണ എന്താ, മണിക്കൂർ സൂചി 30 മിനിറ്റിലാണ്. 30 മിനിറ്റ്, ഇവിടെ 60 മിനിറ്റിലാണ് 30 ഡിഗ്രി. 60നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, 30 മിനിറ്റ് ആയോ? സജിത? ആയി. ഇവിടെ ചെയ്യുമ്പോ ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോ റൈറ്റ് സൈഡ് ചെയ്യണ്ടേ? അപ്പൊ 30 ഡിഗ്രിയെ 2 വെച്ച് ഡിവൈഡ് ചെയ്യണ്ടേ? അപ്പൊ 30 ഡിഗ്രിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് 30 മിനിറ്റില് 15 ഡിഗ്രി. ഈ തന്നിരിക്കുന്ന 60 മിനിറ്റിൽ 30 ഡിഗ്രിനെ 2 സ്ഥലത്തും 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതായത് കിട്ടുന്നത് എന്താ, 60 മിനിറ്റിന് പകരം ഇവിടെ 30 മിനിറ്റ് കിട്ടും, 30 ഡിഗ്രിക്ക് പകരം ഇവിടെ 15. നമ്മളോട് ചോദിച്ചേക്കണേ എന്താ, 30 മിനിറ്റിലാണ്. 30 മിനിറ്റിൽ എന്താ 15 ഡിഗ്രി. കിട്ടിയില്ലേ? ഒരു മിനിറ്റില് ഇത് പഠിച്ചിട്ടില്ല, അപ്പൊ അത് ഇൻറ്റു ചെയ്ത് അങ്ങനെ ചെയ്താലും അങ്ങനെയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അതൊന്നും ഒരു കുഴപ്പമില്ല. ഒരു മിനിറ്റില് അല്ലെങ്കിൽ വേണമെങ്കിൽ നോക്കിക്കോ, മണിക്കൂർ സൂചി എന്താണ് നോക്ക്, ഒരു മിനിറ്റില് 60 ഡിഗ്രിയാ. ഇങ്ങനെയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരു മിനിറ്റിൽ 60 ഡിഗ്രി. അപ്പൊ 30 മിനിറ്റിൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു മിനിറ്റിലാണ് 6 ഡിഗ്രി. അപ്പൊ 30 ഡിഗ്രിയിൽ മണിക്കൂർ സൂചി ഒരു മിനിറ്റിൽ 6 ഡിഗ്രി. മണിക്കൂർ സൂചിയുടെ കേസാണ്. മണിക്കൂർ സൂചി ഒരു മിനിറ്റില് 6 ഡിഗ്രി. അപ്പൊ 30 മിനിറ്റില് 30 ഇൻറ്റു 1/2 = 15. അങ്ങനെയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മണിക്കൂർ സൂചി ഒരു മിനിറ്റിൽ 1/2 ഡിഗ്രി. ഒരു മിനിറ്റിൽ 1/2 ഡിഗ്രി എന്ന് പറയുമ്പോ 30 മിനിറ്റിൽ 30 ഇൻറ്റു 1/2. 30 ഇൻറ്റു 1/2 എത്രയാ, 15. 30ന്റെ പകുതി. ക്ലിയർ ആണേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. മണിക്കൂർ സൂചി 50 മിനിറ്റിൽ നീങ്ങുന്ന കോണാണ്. മണിക്കൂർ സൂചി 50 മിനിറ്റിൽ. ഒരു മിനിറ്റിൽ എത്രയായിരുന്നു, ഒരു മിനിറ്റില് 25. ഒരു മിനിറ്റില് അര ഡിഗ്രി. ഒരു മിനിറ്റില് 1/2 ഡിഗ്രി. അപ്പൊ 50 മിനിറ്റില് 50 ഇൻറ്റു 1/2 എത്രയാ, അതിന്റെ പകുതി എടുക്കുക, 25. ഓക്കെ ആണേ? ഓക്കെ ആണേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ബാക്കി കുറച്ചുകൂടെ ഉണ്ട്. അപ്പൊ ഇതുവരെ എടുത്ത ഒന്ന് നോക്കുക, ഒന്നിച്ചങ്ങ് എടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പൊ നാളത്തെയും കൊണ്ട് അതങ്ങ് കംപ്ലീറ്റ് ആക്കാം. അപ്പൊ ഇന്ന് എടുത്ത് വരെ ഒന്ന് എല്ലാവരും നോക്കിയിട്ട് വരെ. നാളെ കുറച്ചും കൂടി എന്താണ് ടഫ് കൂടിയിട്ടുള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഇതുവരെ എടുത്തതും നിങ്ങൾ റാങ്ക് ഫയലിൽ ഇനി ബാക്കിയുള്ള പോർഷനും കൂടി നാളെ രാത്രി എടുക്കും നമ്മൾ ക്ലോക്ക്. പിന്നെ നാളെ രാവിലെ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും, ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഇരുന്നിട്ട് നോക്കുക പോർഷൻസ്. ഡൗട്ട് ഉള്ളത് ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ ചോദിച്ച് തീർത്ത് പോയേക്കുക, അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും. അപ്പൊ നാളത്തേക്ക് ക്ലോക്ക് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ ആണോ? കാലത്ത് ക്ലാസ് ഇല്ലല്ലോ സർ? ഉണ്ട്, നാളെ ക്ലാസ് ഉണ്ട്. നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ തീർക്കണം, കുറെ കാര്യം തീർക്കാണ്ട്. നാളെ ഉണ്ട്. ഇന്ന് ആരും വന്നില്ലല്ലോ. എല്ലാവരും നല്ല ഉഴപ്പില്ല. പരീക്ഷ കഴിഞ്ഞു, ഇന്നലെ ലേറ്റ് ആയിട്ടാ കിടന്ന്, 12 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് 12 മണി വരെ എന്തായിരുന്നു പണി? കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയായാലും നിങ്ങള് ഉറങ്ങുക, മതിയായിട്ടുള്ള ഉറക്കം വേണം. അപ്പൊ എത്രയാണോ നിങ്ങളുടെ അൾട്ടിമേറ്റ് ടൈം, നിങ്ങൾ സമയം കുറച്ചുകൊണ്ട് ഉറങ്ങി ശീലിക്കുക. അപ്പൊ നിങ്ങൾക്ക് തലവേദന വന്നുന്നുണ്ടെങ്കിൽ
അതിൽ കൂടുതൽ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ചിലവർക്ക് ഒരു 5 മണിക്കൂർ മിനിമം ഉറക്കം മതി. 5 മണിക്കൂർ താഴ്ന്നു കഴിഞ്ഞാൽ ചിലവർക്ക് തലവേദന മറ്റൊക്കെ വരും. അന്നേരം അത് ചെയ്യാണ്ടിരിക്കുക. ഒരു 5.25 മണിക്കൂർ മിനിമം ഉറങ്ങുക. ചിലവർക്ക് 4 മണിക്കൂർ 4.5 മണിക്കൂർ ഒന്നും പ്രശ്നമല്ല. അപ്പൊ അവർക്ക് വേണമെങ്കിൽ ആ സമയത്തിന് ഇപ്പോഴേ നമ്മൾ എന്താണ് കൂടുതൽ സമയം പഠിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ ആ നിമിഷങ്ങളിൽ നമുക്ക് കൂടുതൽ റെസ്റ്റ് എടുക്കാം. എക്സാം ഡിക്ലെയർ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു 5 മണിക്കൂർ 5.5 മണിക്കൂർ നമ്മൾ സമാധാനപരമായിട്ട് ഉറങ്ങിയിട്ടൊക്കെ പഠിക്കാം. അല്ലെങ്കിൽ അന്നേരം കിടന്ന് നമ്മൾ ദുഃഖിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ രാവിലെ ക്ലാസ് ഉണ്ട് കേട്ടോ. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ് സാർ. ഓക്കെ. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്.